ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു ബ്രൂച്ച് ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതുപോലെ 2 ഫ്ലവേഴ്സ് വെക്കുന്നുണ്ട്, ചെറിയൊരു കട്ട് ബീഡ്സ് വെക്കുന്നുണ്ട്, ഇവിടെ ഒരു ഗോൾഡൻ ബീഡ്സ് 2 വെക്കാൻ വേണമെങ്കിൽ ഞാൻ തോരനെ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ചെയ്യുന്നതിൽ 2 വെക്കും. അങ്ങനെ ഈ ഫ്ലവേഴ്സ് എന്ന് പറയുമ്പം നമുക്ക് പലതരത്തിലുള്ള ചെറിയ ഫ്ലവേഴ്സ് ഉണ്ട്, അത് വെച്ചാൽ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. ഇത് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി ഞാൻ വലിയ ഫ്ലവർ വെച്ചതാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ മെറ്റീരിയൽസാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാമേ. നെക്സ്റ്റാണ് ഒരു ഗ്ലാസ് ട്യൂബ്സ് പോലിരിക്കുന്ന ടൈപ്പിലുള്ള 2 ഗോൾഡൻ കളറിൽ ട്യൂബ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഈ സെയിം മെറ്റീരിയലിൽ ചെറിയ കട്ട് ബീഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ 2 സാധാരണ ഗോൾഡൻ ബീഡ്സ്, പിന്നെ ഇങ്ങനത്തെ ഒരു ഫ്ലവർ. ഇത്രയും മെറ്റീരിയൽസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയ ഗ്ലാസ് ട്യൂബ്സ് എടുത്തേക്കും കേട്ടോ. 4 എടുക്കണം. ഞാൻ എടുത്തേക്കുന്ന ത്രെഡ് എന്ന് പറഞ്ഞാൽ സിൽക്ക് ത്രെഡാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് കട്ടിയിൽ കിടക്കും. ട്യൂബ്സ് ഇങ്ങനെ ചേർത്തിട്ട് നമ്മളിങ്ങനെ സ്ക്വയർ പോലെ ആക്കും. നമ്മൾ ആദ്യം കുത്തിയെടുത്ത് തന്നെ രണ്ടാമതും സ്ക്വയർ പോലെ ആക്കിയ ശേഷം ഇങ്ങനെ വരും. എന്നിട്ട് അതിൻ്റെ എല്ലാ മൂലകളും നമ്മൾ ലോക്ക് ചെയ്യണം കേട്ടോ. അതിൽ നമ്മൾ കുറച്ച് ടൈറ്റ് പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു വെള്ളം കൊണ്ട് ഇങ്ങനെ പിടിച്ച് എല്ലാ സൈഡും ലോക്ക് ചെയ്യണം. ഇപ്പോൾ കണ്ട എല്ലാ സൈഡും ഒരു ലൂസ് വരാതിരിക്കാതെ നമ്മൾ എല്ലാ സൈഡും നല്ലപോലെ ലോക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഫ്ലവർ വെക്കുന്ന ആണ് ഇനി ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതുപോലത്തെ ഫ്ലവർ എടുക്കണം. എന്നിട്ട് സെൻറ്ററിൽ കുത്തുക. അതിനകത്തിൽ നമ്മളൊരു ഗോൾഡൻ ബീഡ്സ് ഇതിനകത്ത് ഗോൾഡൻ ബീഡ്സ് ഉണ്ട്, അതിൽ ഒരെണ്ണം ഇത്. ഈ ഗോൾഡൻ ബീഡ്സ് ഇട്ടിട്ട് അതിൻ്റെ നടുക്കൂടെ കുത്തി സെൻറ്ററിൽ ഇറക്കണം. എന്നിട്ട് വീണ്ടും അതിനോട് ചേർന്ന് ഒരു ഫ്ലവറും കൂടെ വെക്കാം. ടോട്ടൽ 3 ഫ്ലവറാണ്. ഇനി ഒരു ഫ്ലവറും കൂടെ വെക്കാം. ഒരു ഫ്ലവർ, പിന്നെ അതിൻ്റെ കൂടെ ഒരു ഗോൾഡൻ ബീഡ്. ഇനി ഇതിൻ്റെ സൈഡിൽ ഇവിടെയായിട്ട് ഒരു ഫ്ലവറും കൂടെ വരും. ടോട്ടൽ 3 ഫ്ലവർ. ഈ ഫ്ലവറിന് പകരം നിങ്ങൾക്ക് ചെറിയ ഫ്ലവേഴ്സ് ഒക്കെ കിട്ടും. അതും ഫിറ്റ് ചെയ്യാം. പിന്നെ വീഡിയോയിൽ നല്ലപോലെ കാണാൻ വേണ്ടി വലിയ ഫ്ലവർ എടുത്തന്നേ ഉള്ളൂ. അതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ കട്ട് ബീഡ്സ് വെക്കും. ഫ്ലവേഴ്സ് വെച്ചതിന് ശേഷം ഈ ഗ്ലാസ് ട്യൂബിൻ്റെ തന്നെ കട്ട് ബീഡ്സ് ഇച്ചിരി വലുപ്പമുള്ളത് കിട്ടും, അതൊരെണ്ണം എടുക്കാം.
മേളിലേക്കോ താഴേക്കോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചരിച്ച് വരണം വെക്കാം. അതിനുശേഷം അതിനടുത്ത് തന്നെ ഒരു ഗോൾഡൻ ബീഡ് വെക്കാം. പിന്നെ അതിൻ്റെ തൊട്ട് മേളിലായിട്ട് ഒരു കട്ട് ബീഡ്സും കൂടി വെക്കാം. ഇത് ഗ്ലാസ് ടൈപ്പ് കട്ട് ബീഡ്സ് ആണ് കേട്ടോ, കുറച്ച് തിളക്കം കിട്ടും. ഇതിൻ്റെ സൈഡിൽ ഒരു ഗോൾഡൻ ബീഡ്സും കൂടെ വെക്കാം. ഉണ്ടോ? ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ചെയ്യണം, ഇത് മേളിലും ചെയ്യണം. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം തീർന്നു. ഈ ഫ്ലവർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെറിയ ഫ്ലവേഴ്സൊക്കെ കിട്ടും കേട്ടോ, അങ്ങനത്തെ ഫ്ലവേഴ്സ് ഉപയോഗിക്കാം. ഇത് നമ്മുടെ ബ്രൂച്ച് വർക്ക് ഡിസൈനിങ് കഴിഞ്ഞു. ഇത് നിങ്ങളുടെ സാരികളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലൗസിൻ്റെ സൈഡ് ഹാൻഡിലൊക്കെ ഈ വർക്ക് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഗോഡ് ബ്ലെസ് യു. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.